സ്റ്റുഡൻസ് നമസ്കാരം. നാളെ ശനിയാഴ്ച മലപ്പുറം ജില്ലയുടെ ലാസ്റ്റ് ഇയർ പരീക്ഷ നടക്കാൻ പോവുകയാണ്. അതിനുള്ള ഒരു ഒരുക്കത്തിലായിരിക്കും നിങ്ങൾ എല്ലാവരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായാലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അത് നാളെ നന്നായി ആ 1.5 മണിക്കൂർ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നല്ല രീതിയിൽ നിങ്ങൾ കെയർ ചെയ്യേണ്ടതാണ്. ആ 1.5 മണിക്കൂർ ഉപയോഗപ്പെടുത്തുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ റാങ്ക് നിങ്ങൾ മുന്നിലേക്ക് എത്തുന്നതും അല്ലെങ്കിൽ ബാക്കോട്ട് പോകുന്നതൊക്കെ. അതുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടെ റിലാക്സ് ആയിട്ട് തന്നെ പരീക്ഷ എഴുതാൻ ശ്രദ്ധിക്കുക. ഒരു ചെറിയൊരു കഥ പറയാം നിങ്ങൾക്ക്. ചില കഥകൾ നമ്മൾ കേട്ടതാണെങ്കിലും ചിലപ്പോൾ ഒന്നുകൂടെ കേട്ടാൽ നമുക്ക് എന്തെന്നില്ലാത്തൊരു പോസിറ്റീവ് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ കഥയും ചിലപ്പോൾ നിങ്ങൾ കേട്ടതായിരിക്കാം. ഒരു 10 തവളകൾ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു കിണറ്റിലേക്ക് 2 തവളകൾ ഒരു കിണറ്റിലേക്ക് വീഴുകയാണ്, അല്ലെങ്കിൽ ഒരു കുഴിയിലേക്ക് വീഴുകയാണ്. തിരിച്ചു കയറാൻ പറ്റാത്ത വിധം ഒരു കിണറിലേക്കാണ് അവർ വീഴുന്നത് അല്ലെങ്കിൽ വീണത്. ബാക്കി 8 പേര് മുകളിലുണ്ട്. 2 പേര് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കയറാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, കഴിയുന്നില്ല. ഒരു തവള മാക്സിമം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മുകളിൽ നിന്ന് ഫ്രണ്ട്സ് പറയുന്നു, മറ്റു തവളകൾ പറയുന്നു, ഒരു കാലത്തും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇത് അത്രക്കും താഴ്ചയുള്ള ഒരു കുഴിയാണ്, അല്ലെങ്കിൽ കിണറാണ്. നീ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല, നിന്റെ കാര്യം കഴിഞ്ഞു, നിന്റെ കഥ കഴിഞ്ഞു. അങ്ങനെ ശ്രമിക്കുന്നതിനിടയിൽ ഏകദേശം മുകളിൽ എത്തുന്നതിനിടയിൽ താഴേക്ക് വീണ്, ഏറ്റവും അഗാധമായ താഴേക്ക് വീണ് ആ ഒരു തവള മരിച്ചു പോവാണ്. അതായത് ശ്രമിക്കുന്നതിനിടയിൽ നെഗറ്റീവ് കമന്റ്സ് കേട്ട് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതാണ്. എന്നാൽ 2ാമത്തെ തവള അതും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, കുടുങ്ങിപ്പോയി, ആദ്യത്തെ ആള് മരിച്ചു പോയത് കണ്ടില്ലേ. പക്ഷേ അതൊന്നും വകവെക്കാതെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവര് മുകളിൽ നിന്ന് പറയുന്നത് എന്താണെന്ന് പോലും ആ തവള കേൾക്കാതെ വീണ്ടും വീണ്ടും ശ്രമിച്ച് അവസാനം ഏറ്റവും മുകളിലെത്തി. ഇവരുടെ കൂടെ കൂടിയപ്പോൾ ബാക്കി 8 തവളകളും ഇവരെ അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു, യു ആർ ഗ്രേറ്റ് എന്ന് പറയുന്നു. അങ്ങനെ പ്രശംസകൾ കോരിച്ചൊരിയായിരുന്നു. അപ്പോ ഈ ഒരു 2 തവളകളുടെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്ത് കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിലും എത്ര റിസ്ക് സംഭവങ്ങളായാലും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് നോക്കാതെ, മറ്റുള്ളവരുടെ കമന്റ്സ് ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മളുടേതായ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ സക്സസ് ആവുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, മറ്റുള്ളവരുടെ കമന്റ്സ് കേൾക്കാതെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കുള്ളതാണ് വിജയം. ഓക്കെ, അതുകൊണ്ട് നാളത്തെ പരീക്ഷയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നിങ്ങൾ നടത്തിയിട്ടുണ്ടാവും. നിങ്ങൾ നാളെ വളരെ നേരത്തെ തന്നെ പരീക്ഷാ ഹാളിൽ എത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ ID പ്രൂഫ്, അതുപോലെ ഹാൾ ടിക്കറ്റ്, പേനകള്, അങ്ങനത്തെ സംഗതികളൊക്കെ നിങ്ങൾ ബാഗിൽ തന്നെ എടുത്തു വെക്കുക. അതുപോലെ ഇന്ന് വളരെ നേരത്തെ കിടന്നുറങ്ങാൻ ശ്രമിക്കുക, വളരെ നേരത്തെ എണീക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, എന്നാലും ഒന്ന് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. എന്തൊക്കെയായാലും നാളെ പരീക്ഷയ്ക്കിടയിൽ ഒരു കാര്യം കൂടി നിങ്ങൾ സൂചിപ്പിക്കുന്നു. എല്ലാം നമുക്ക് 1.5 മണിക്കൂർ സമയമുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടാവും. 1.25 മണിക്കൂർ കൊണ്ട്, അല്ലെങ്കിൽ ചിലർക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ പരീക്ഷ അവസാനിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധയോടെ ചെയ്താൽ മതി, പേടിക്കേണ്ടതില്ല. നോ ടെൻഷൻ, ഒരു പേടിയും വേണ്ട. റിലാക്സ് ചെയ്യുക. നാളെ 1:30 മുതൽ 2 വരെയുള്ള സമയത്ത് റിലാക്സേഷൻ ചെയ്യുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ 1.5 മണിക്കൂർ 2 മുതൽ 3:30 വരെ വളരെ തിരക്കില്ലാതെ റിലാക്സ് ആയിട്ട് പരീക്ഷ എഴുതാൻ ശ്രദ്ധിക്കുക. അറിയുന്നത് ഒരു കാരണവശാലും നമുക്ക് തെറ്റിപ്പോകരുത്. അതുപോലെ ഏതെങ്കിലും ബൈ ചാൻസ് നമുക്ക് തെറ്റിപ്പോയാൽ, ഏതെങ്കിലും ഒന്ന് നമുക്ക് അറിയാതെ മാറി കറപ്പിച്ചാൽ പിന്നെ അതിന്മേൽ കളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. മായ്ക്കുക അല്ലെങ്കിൽ ബ്ലേഡ് എടുത്ത് ചുരണ്ട ഒന്നും ചെയ്യാതിരിക്കുക. നമുക്ക് കിട്ടിയ മാർക്ക് പോകുന്നൊരു പ്രശ്നം ഉണ്ടാവരുത്. അപ്പൊ എന്തൊക്കെയായാലും ശ്രദ്ധിക്കുക, ആത്മവിശ്വാസത്തോടെ പോവുക. ആര് എന്ത് പറഞ്ഞാലും നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവണം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പ്രതീക്ഷയോടെ പോവുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.